പിണറായി വിജയൻ ശരിക്കും ഒടഞ്ഞ് 100 കഷങ്ങളായി പൊടിഞ്ഞു പോയില്ലേ പിണറായി വിജയൻ? CPM-ൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെ ആൾരൂപം എന്ന് പറഞ്ഞാൽ മറ്റാരുമായിരുന്നില്ല, ഇയാൾ മാത്രമായിരുന്നു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി 2 ആഴ്ചയായിട്ട് പത്രസമ്മേളന രംഗത്ത് പോലുമില്ല എന്ന് പറയുമ്പോൾ അതെത്ര ഭയാനകവും എത്ര ഭീതിജനകവും ഭീകരമാണ്. അയാളുടെ ഈ 10 വർഷം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്നത് മുഴുവൻ കൃത്രിമമാണ് എന്നുള്ളത് ഇപ്പോൾ വന്നു കഴിഞ്ഞില്ലേ. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ധർമ്മട മണ്ഡലത്തിൽ പോലും ടെൻഷനാണെന്നാണ് കേൾക്കുന്നത്. എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഷാജാനെ പിണറായി വിജയന് പിടിച്ച് ഞെരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മന്ത്രിസഭയായിരിക്കും ഇനി വരാൻ പോണത്. പിണറായി വിജയൻ പിടിച്ചിട്ടുണ്ടല്ലോ, ഞെരിക്കളയും. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. വല്ലാത്തൊരു കാഴ്ചയാണ് LDFിൻ്റെ മുഖത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, MV ഗോവിന്ദനോട് പത്രസമ്മേളനം നടത്തേണ്ട എന്ന് പിണറായി വിജയൻ കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം MV ഗോവിന്ദൻ പറയുന്നതൊക്കെ മടയത്തരവും അത് വിവാദങ്ങളിൽ ചെന്നെത്തുകയും ചെയ്യുന്നു. ഇടയ്ക്ക് MV ഗോവിന്ദനോട് ചോദിച്ചു ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ MV ഗോവിന്ദൻ്റെ മറുപടി, PK ശ്യാമളയെ മത്സരിപ്പിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ അത് സ്ത്രീവിരുദ്ധമല്ലേ എന്നതായിരുന്നു. പിന്നീട് എന്തായാലും ഷെഡിൽ കയറ്റിയിരുത്തി പകരം M സ്വരാജിനെയാണ് ഒരു വശത്ത് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പിണറായി വിജയൻ നിയോഗിച്ചിരിക്കുന്നത്. മറുവശത്ത് സതീശനെ വെല്ലുവിളിച്ച പിണറായി സംവാദത്തിൽ നിന്ന് ഭയപ്പെട്ടു മാറി. പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾക്കൊക്കെ നിരത്തി അഭിമുഖങ്ങൾ കൊടുത്തിരുന്നു എങ്കിലും ഇന്നലെ മുതൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. വളരെ പരിമിതമായ തലത്തിൽ മാത്രമേ മാധ്യമപ്രവർത്തകരോട് സംവദിക്കുന്നുള്ളൂ. പിണറായി വിജയൻ്റെ മുഖഭാവം വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. മുഖത്ത് വല്ലാത്തൊരു പിരിമുറുക്കം. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുണ്ടായ ഒരു ക്ഷീണമാണോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണോ എന്ന് നമുക്കറിയില്ല. പ്രായാധിക്യമുണ്ട്, 82 വയസ്സുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവം, മറുവശത്ത് മലയാള മനോരമ ഉൾപ്പെടെയുള്ള ഏജൻസികൾ പുറത്തുവിട്ട ചില സർവേ ഫലങ്ങളുണ്ട്. ഇവയൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് LDF ക്യാമ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? സോ അങ്ങനെ നമ്മൾ നിഷ്പക്ഷമായി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞൊരു 4-5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ അഭൂതപൂർവമായിട്ടുള്ള പ്രതിസന്ധി CPM നേരിടുന്നൊരു തെരഞ്ഞെടുപ്പാണിത് നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ നമ്മൾ അധികമൊന്നും പുറകോട്ട് പോകണ്ട. നമ്മളൊരു 2006 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മളൊന്ന് എടുക്കുക. എന്നാൽ 2001 UDF ആണല്ലോ വലിയ ഭൂരിപക്ഷത്തിന് അന്ന് വന്നത്. 2006, 2011, 2016, 2021 ഈ 4 തെരഞ്ഞെടുപ്പുകൾ നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ട് ആ 4 തെരഞ്ഞെടുപ്പുകളെയും ഈ തെരഞ്ഞെടുപ്പിനെയും കൂടി നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ CPM എത്ര ഭീകരമായിട്ടുള്ള പ്രതിസന്ധിയുടെ ഒരു പടുകുഴിയിലാണ് വീണിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2006 തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കൂ. VS പിണറായി തർക്കം അതിൻ്റെ പരകോടിയിലെത്തി നിന്ന ഒരു സമയം. 2006 മാർച്ചിൽ ആണ് പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് VS-നെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. അതിനകത്തൊക്കെ ഞാൻ മെയിനായിട്ടൊരു ഒരു ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ 2006 തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് മത്സരരംഗത്തേക്ക് വന്നു, വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. 2011 ഒറ്റക്കെട്ടായിരുന്നു. 2-3 സീറ്റ് പിണറായി കളഞ്ഞില്ലായിരുന്നെങ്കിൽ തുടർഭരണം കിട്ടുമായിരുന്നു. 2006 2021 പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ 4 തെരഞ്ഞെടുപ്പുകളുമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ തെരഞ്ഞെടുപ്പിന് 8 ദിവസം മുമ്പ് CPM എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിസന്ധി എത്ര ഭീകരവും ഭയാനകവും അഭൂതപൂർവമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സോയിമൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ എന്താ? സോയിമൻ പറഞ്ഞു തുടങ്ങിയത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് നിങ്ങൾ പത്രസമ്മേളനം നടത്തണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് സോയിമൻ. ഇത് പത്രവാർത്തകളല്ല നമ്മുടെ സോയിമൻ്റെ ഒരു. പക്ഷേ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് പിന്നീട് ഒരു പത്രസമ്മേളനങ്ങളിലും MV ഗോവിന്ദനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ കാണുന്നില്ല. അല്ലാതെ ഞാൻ പറഞ്ഞത് പിണറായി പറഞ്ഞാലും പിണറായി പറഞ്ഞില്ലെങ്കിലും എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഇല്ല, അയാളില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ആ പാർട്ടിയുടെ പരമോന്നത നേതാവ്, ആ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. 2 തവണ അധികാരത്തിൽ നിന്നതിന് ശേഷമുള്ള 2 ഇന്ത്യയിലെ അവസാനത്തെ തുരുത്ത്. ഇതും കൂടെ പോയാൽ പിന്നെ CPM പിന്നെ കേരളത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ CPM ഇല്ല. അങ്ങനത്തെ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് പരകോടിയിലെത്തി നിൽക്കുമ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി 2 ആഴ്ചയായിട്ട്
പത്രസമ്മേളന രംഗത്ത് പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതെത്ര ഭയാനകവും എത്ര ഭീതിജനകവും ഭീകരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം CPM പോലൊരു കേഡർ പാർട്ടിയിൽ ആ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, പാർട്ടി സെക്രട്ടറിയാണ്. അത് നമ്മൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് ശേഷമാണ് ആണല്ലോ തെരഞ്ഞെടുപ്പ്. എന്ന് മാത്രമല്ല പാർട്ടിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയാണ്. ഇപ്പം മുഖ്യമന്ത്രി അത് കുറേ അധികാരങ്ങൾ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാലും അവിടെ ഒന്നുകൂടി പൂരിപ്പിക്കാനുണ്ട്. പാർട്ടിക്ക് ഒരു ദേശീയ സെക്രട്ടറി ഉണ്ട്, അതും കേരളത്തിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഫോട്ടോ പതിച്ച പോസ്റ്ററോ ഫ്ലെക്സോ ഒരിടത്തും ദൃശ്യമല്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമുകൾക്കും യാതൊരുവിധ വാർത്താ പ്രാധാന്യവുമില്ല. ഇല്ല, ഒരു പത്രമാധ്യമങ്ങളിലോ ഒരു വാർത്തയായി ഞാൻ പറഞ്ഞത് പ്രത്യക്ഷപ്പെടുന്നു. അതെല്ലാം സൗമ്യൻ പറയുമ്പോഴും അയാളുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയാൾ എന്തെങ്കിലുമൊക്കെ പത്രസമ്മേളനമൊക്കെ എവിടെയെങ്കിലും നടത്തിയാൽ പത്രക്കാരൊന്നും അത് എടുക്കുന്നില്ല, പ്രാധാന്യം കിട്ടുന്നില്ല. പോസ്റ്റർ ഇല്ല എന്നാണെങ്കിൽ പോലും ഞാനിവിടെ ഉണ്ടെന്ന് കാണിക്കാനാണെന്ന് ആണെങ്കിൽ പോലും അയാളുടെ കുറേ പത്രസമ്മേളനങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പം പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ, അപ്പം അതെത്ര ഭീകരമായൊരു പ്രതിസന്ധിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി അത് യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കി നമുക്ക് കാണാൻ കഴിയുന്നതാ, തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത അത്രയും താഴ്ന്ന നിലവാരം മാത്രമുള്ളൊരു സംസ്ഥാന സെക്രട്ടറി. ഇത് നമ്മൾ ആലോചിച്ച് നോക്ക്. 4 വർഷം മുമ്പ് ഇയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകുമ്പോഴത്തേക്ക് എന്തൊരു ഹൈപ്പായിരുന്നു, ഒരു താത്വികാചാര്യൻ മറ്റും. പക്ഷെ അയാൾ പറഞ്ഞതുപോലത്തെ പൊട്ടത്തരങ്ങൾ പൊട്ടിത്തെറിച്ച അയാൾ അതിനുശേഷം പറഞ്ഞതുപോലത്തെ പൊട്ടത്തരങ്ങൾ വേറെ ഏതെങ്കിലും പാർട്ടി, ഞാൻ പറഞ്ഞത് ഈ സ്ഥാനത്തിരുന്ന് മുമ്പിരുന്ന ആളുകൾ നമ്മൾ നോക്ക്. നമ്മൾ പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ കോടിയേരി ബാലകൃഷ്ണൻ എത്രയോ ഭേദം. അതിനു മുമ്പ് VS നായനാർ അധികായരിരുന്ന കസേരയിൽ ഇയാൾ ഇരുന്നുകൊണ്ട് പൊട്ടത്തരമല്ലാതെ വേറെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൗമ്യം പറഞ്ഞ ഇത് ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ സ്ത്രീവിരുദ്ധം എന്ന് പറഞ്ഞു. ഞാൻ വേറൊരു ചാനലിൽ കേട്ടത് ഈ VD സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെയും അക്കൗണ്ടിൽ വന്ന ചൂരൽമലയ്ക്ക് വേണ്ടി ഫണ്ട് പിരിച്ചില്ല, അത് അവരുടെ അഫിഡവിറ്റിൽ കാണിച്ചില്ലെന്ന്. ആലോചിച്ച് നോക്കുന്നത് മനസ്സിലായില്ലേ? ഇന്നലെ അയാളോട് ചോദിക്കുന്നത് നിങ്ങൾ SDP വോട്ട് മേടിക്കുമെന്ന് ചോദിച്ചപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിക്കുമെന്ന് UDF ആദ്യം പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഇയാൾ അടിമുടി അബദ്ധവും പൊട്ടത്തരം AAയെക്കുറിച്ച് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ CPM എത്തിച്ചേർന്നിരിക്കുന്ന അതിഭീകരമായിട്ടുള്ളൊരു പ്രതിസന്ധിയുടെ ഒരു പരിച്ഛേദമാണിത്. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ വിലക്കുന്നു. മറ്റൊരു അപകടം കൂടി ഇപ്പോൾ CPMന് സംഭവിച്ചിരിക്കുന്നു. ഈ AKG സെൻറ്ററിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കാൻ ഒരു കൺട്രോൾ റൂം അവർ ഏർപ്പെടുത്തിയിരുന്നു. MP നികേഷ് കുമാറിന് മുഖ്യ റോളൊക്കെ ആദ്യം കൊടുത്തു, പിന്നീട് മാറ്റി, പിന്നീട് തെരഞ്ഞെടുപ്പായപ്പോൾ നികേഷ് കുമാറിനെ വീണ്ടും അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അവരൊക്കെ ഇപ്പോൾ ശത്രുത മനോഭാവത്തോടെയാണ് പെരുമാറുന്നതെന്ന് പാർട്ടി സംശയിക്കുന്നു. കാരണം പല തലങ്ങളിലുള്ള പ്രചരണവും പാർട്ടിയെ കുഴിയിലാക്കുന്ന തലത്തിലാണ്. അപ്പോൾ എല്ലാം കൊണ്ടും തകർന്നു. അല്ല, സ്വാഭാവികമാണ്. കാരണം നികേഷ് കുമാർ സ്വാഭാവികമായ ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അതെ, 2016 സീറ്റ് കിട്ടിയ ആളാണ്. അതിലിപ്പോൾ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ക്ഷണിത ഒരേയാക്കിയപ്പോൾ അയാൾ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു, അതിൽ കിട്ടിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഇടയ്ക്കിട്ടൊന്ന് പറയട്ടെ, നമ്മൾ ഈ തമ്മിൽ തല്ലുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ CPMനകത്താണ് ഈ പ്രശ്നങ്ങൾ കൂടുമ്പോൾ. AM ഷംസീർ ഭയങ്കര ഖിന്നനാണ്. സോയിമിന് ഇതിനകത്ത് അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, അടിസ്ഥാന പ്രശ്നം ഈ പാർലമെൻ്ററി രംഗത്തില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഇല്ല. അത് CPMലായാലും കോൺഗ്രസിലായാലും. നമ്മുടെ കോൺഗ്രസിലത് കൂടുതൽ, കോൺഗ്രസിൽ വളരെ കൂടുതൽ. പക്ഷേ CPMൽ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ CPMൽ ഇപ്പോൾ CPMും ഈ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ ഒരു പാർട്ടിയായി വന്നതുകൂടി പിണറായിയാണ് അതിൻ്റെ മാതൃക കാട്ടിയത്. പാർട്ടിയും ഭരണവും ഒന്നായി കാണും. അതെ. അപ്പം സ്വാഭാവികമായും പാർട്ടി അധികാരത്തിലില്ലെങ്കിൽ പോലും ഒരു MLA അല്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല. പണ്ട് നേരത്തെ എങ്ങനെയായിരുന്നു? പാർട്ടി MLAമാരെക്കാൾ ശക്തിയുള്ള സ്ഥാനങ്ങളായിരുന്നു പാർട്ടി സ്ഥാനങ്ങൾ. ഇപ്പോൾ അത് പോയി, മനസ്സിലായി. അപ്പോൾ അവിടെ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഈ പിണറായി വിജയൻ്റെ കാര്യം നമ്മൾ എടുക്കും. പിണറായി വിജയൻ ശരിക്കും ഒടഞ്ഞ് 100 കഷങ്ങളായി പൊടിഞ്ഞു പോയില്ലേ പിണറായി വിജയൻ? ആലോചിച്ച് നോക്കും. നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം കണ്ട പിണറായി വിജയൻ ആരായിരുന്നു? ഇരട്ടച്ചങ്കൻ, മറ്റേ വാളിനടിയിൽ കൂടി വന്നവൻ. ഇനി പറയാനൊന്നുമില്ലായിരുന്നു, കാരണം ഭൂതൻ മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ആ വിഗ്രഹം കഴിഞ്ഞൊരു 10 ദിവസത്തിനുള്ളിൽ വെറുമൊരു ഏറ്റവും താഴ്ന്ന നിലവാരം മാത്രമുള്ള ഒരു നേതാവാണ് താനെന്ന് അയാൾ സ്വയം തെളിയിച്ചില്ലേ കഴിഞ്ഞൊരു 8 ദിവസം കൊണ്ട്. കാരണം ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചെലവഴിച്ച് മോഹൻലാലിനെ കൊണ്ടൊക്കെ അയാളെ ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ, ആ പ്രതിച്ഛായ കംപ്ലീറ്റ് തട്ടി തകർന്നു പോയില്ല. ഇപ്പോൾ ഇന്നലെ ഞാനും ഷാജൻ സ്ക്രീം പങ്കെടുത്തൊരു യോഗം ഉണ്ട്. ആ യോഗത്തിൽ വെച്ചിട്ട് ഷാജൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അയാളത് ഇലക്ഷൻ സർവേ എങ്ങാണ്ട് നടത്തിയപ്പം അതിൽ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളിടത്ത് LDFന് വോട്ട് ചെയ്യുന്ന ടിക്കറ്റ് ഇട്ടിട്ട് അടിയിൽ എഴുതിയിരിക്കുന്നു പിണറായി പോകണോ.
മനസ്സിലായി? അത് വല്ലാത്തൊരു സന്ദേശം. ഒന്ന്. അയാൾ ചോദിച്ചു, അയാൾ സദസ്സിനോട് ചോദിച്ചു, ഈ പിണറായി പോകണമെന്ന് പറയുന്നതിന് പിന്നെ LDF പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആളുകൾ മനസ്സിലാവുന്ന ഓർത്തെങ്കിലും പറഞ്ഞു. വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ, അതാണത്ര CPM-കാരുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള. അപ്പം സ്വന്തം പാർട്ടി അണികളോട് പോലും ഒരു പരമപുച്ഛം, അത് സഹിക്കാൻ പറ്റില്ല പാർട്ടിക്കാരെ സംബന്ധിച്ച്. അത് വിജയൻ്റെ ഭാഗത്തുനിന്ന്. തിരിച്ച് അണികളെ സംബന്ധിച്ചിടത്തോളം അണികൾ ഇതൊന്നും 1% പോലും അണികൾ അംഗീകരിച്ചിട്ടില്ല. ഇനി അവസാനത്തെ അയാളുടെ പത്രസമ്മേളനം നിങ്ങൾ നോക്കൂ, എത്ര ഫാസിസ്റ്റിക്കാണെന്ന്. കാരണം ഒരു 5-6 പേരെ മുമ്പിൽ നിരത്തി ഇരുത്തുകയാണ് കൈരളി ദേശാഭിമാനി. അവരിൽ നിന്നൊരു 3 ചോദ്യം കേൾക്കുന്നു, അതിന് വിശദമായ മറുപടി വരും. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അയാൾ എഴുന്നിട്ട് പോവാണ്. പോയി കഴിഞ്ഞിട്ട് പ്രതിഷേധം വരുമ്പോഴത്തേക്ക് അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള ശരീരഭാഷ കണ്ടോ നിങ്ങൾ? അതിക്രൂരമായിട്ടുള്ളൊരു ശരീരഭാഷ. തിരിച്ചു വരുമ്പോൾ നമ്മളെന്താ വിചാരിച്ചത്? അവിടെ വന്നിരുന്നിട്ട് അന്നാ ചോദ്യം ചോദിക്കും. മനസ്സിലായി? അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താ അറിയാം സ്വാമി? ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ അണികൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, അതായത് പാർട്ടിയിൽ നിന്ന് ഒന്നും അനാവശ്യമായി പ്രതീക്ഷിക്കാതെ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന അണികളുണ്ടല്ലോ. അണികളുടെ അടിമകൾ. അല്ലല്ല, ഞാനത് അങ്ങനെയുള്ളവരെയല്ല ഞാൻ പറയുന്നത്. അത് ഈ പാർട്ടിയുടെ തൊഴിലാളികൾ, പാർട്ടിയിൽ നിന്നും കിട്ടുന്നവർ. പാർട്ടിയിൽ നിന്നൊന്നും കിട്ടാതെ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുണ്ടല്ലോ ലക്ഷങ്ങൾ. അവർ ഭയങ്കര ആത്മാഭിമാനികളാണ്. അവർക്ക് ഭയങ്കര അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം. കാരണം അവർ ഈ പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിച്ചല്ല ഈ പാർട്ടിയിൽ പ്രവർത്തിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ജന്മിത്ത മനോഭാവത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ അവർ സഹിക്കില്ല. പിന്നെ സുഖമുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഞാനിപ്പം അവിടെ ചാടിച്ചു വന്നപ്പോഴത്തേക്കും മലയാളി വാർത്തയിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ എൻ്റെ അടുത്തൊന്ന് പരിചയപ്പെട്ടു. എന്നാൽ കാമ്പിശ്ശേരി കർണാരുടെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കം കുറഞ്ഞിട്ട് പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നതാണ് അവനാവകാശം. അപ്പോൾ എന്നോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, സാറേ പിന്നെ LDF വരുമോ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഈ 3ാമത്തെ തവണ വരണമെന്ന് പറയുന്നൊരു അതിമോഹമല്ലേ? സിമ്പിൾ ചോദ്യം അത്. 2 തവണ ഭരിച്ചാൽ പോരെ, ഈ 3ാം തവണ കൂടെ വരണം. അപ്പം ഇതൊരു ലളിതമായിട്ടുള്ളൊരു സമവാക്യമാണ് ആളുകളുടെ ഇടയിൽ. ഏത് പാർട്ടിക്കാരനായാലും 2 തവണ ഭരിച്ചല്ലോ, ഇപ്പോൾ ഒരു തവണ വരും. അങ്ങനത്തെ ഒരു കോമൺ സമവാക്യം ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. മനസ്സിലായോ? മറ്റൊരു സംഗതി കൂടി ഇപ്പോൾ പിണറായി വിജയനെ വലയ്ക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെ കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും ഒക്കെ പിണറായി വിജയൻ ഇങ്ങനെ സ്തുതിഗീതം പാടുകയും, നമുക്കറിയാം ആദ്യം മാതൃഭൂമി പറഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടം, LDF-ന് മേൽക്കൈ. ആ കാലഘട്ടത്തിൽ 2-3 ചാനലുകൾ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതൊക്കെ ഇഞ്ചോടിഞ്ച് LDF UDF ഒരുമിച്ച് ഒരുപോലെ എന്നൊക്കെയാണ് പ്രവചനങ്ങൾ വന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ തീർന്ന മലയാള മനോരമയുടെ ഒരു സർവേ റിപ്പോർട്ടിൽ പറയുന്നത് UDF തരംഗമാണ്. അപ്പോൾ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഘടകം പറഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പിണറായി വിജയനെ സൂചിപ്പിച്ച് നിർത്തിയത് പരസ്യം മുന്നിൽ കണ്ടുകൊണ്ടാവും. എന്തായാലും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പിണറായിയെ തേച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. പൈസ മേടിച്ചു 100% വളരെ തന്ത്രപരമായിട്ടുള്ള സമയം. പൈസ മുഴുവൻ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചിത്രം മാറി. ഇപ്പം മലയാള മനോരമ തന്നെ, മലയാള മനോരമ കഴിഞ്ഞൊരു 5 വർഷക്കാലമായി പിണറായി വിജയന് ദോഷകരമായിട്ടുള്ള ഒരു വാർത്തകളും അവർ കൊണ്ടുവന്നിട്ടില്ല. അവരാകെപ്പാടെ ആ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഇയാളുടെ മകളുമായി ബന്ധപ്പെട്ടതെന്നൊക്കെ കൊണ്ടുവന്നെങ്കിലും പിന്നീട് അങ്ങ് വളരെ സോഫ്റ്റായിട്ടങ്ങ് പോകുമായിരുന്നു. ആ മനോരമ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തകർത്ത് തരിപ്പണാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്ക്. 2021 ആദ്യം ഇൻ്റർവ്യൂ ചെയ്ത ഇവർ സിന്ധു സൂര്യകുമാറിൻ്റെ ക്യാപ്റ്റൻ പ്രയോഗം, അത് ശരിക്കും അയാൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തൊരു ഒരു പത്രസമ്മേളനമായിരുന്നു. ആ ചാനലൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക സോയിമനെ. കഴിഞ്ഞ ആ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടർ ചാനലിലുള്ളവനാണെന്നാണ് കേട്ടത്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ. എന്താണ് അയാൾ അവിടെ നിന്ന് പറഞ്ഞത്? അയാൾ ഫലത്തിൽ ഇയാളുടെ തുണി ഉരിച്ചു കളഞ്ഞില്ലേ? മോശമല്ലേ CMA എന്ന് പറയുന്നു. ഞങ്ങൾ എത്ര നേരമായി ചോദ്യം ചോദിക്കുന്നു, കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യം ചോദിച്ചിട്ട് കേട്ടിട്ട് പോവുകയാണെന്ന് മാത്രമല്ല അയാൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താണെന്നറിയോ? ജോൺ ബ്രിട്ടാസ് ഇന്നലെ വന്ന് പറഞ്ഞത് CM ആണ് ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയത് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ CM ഈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അയാളെ വല്ലാതെ അങ്ങ് അതിഭീകരമായിട്ടുള്ള സമ്മർദ്ദത്തിലാഴ്ത്തി വിരളി പിടിച്ചു പോയി. അപ്പം എന്താ സംഭവിച്ചത്? ഈ കഴിഞ്ഞ 10 വർഷക്കാലവും കുഞ്ഞാടുകളെപ്പോലെ അയാൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഇതുപോലൊരു സാധനം വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അയാളുടെ കംപ്ലീറ്റ് കൺട്രോൾ അങ്ങ് പോയി. ഇതിലപ്പുറം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർ, സാധാരണ ഭൂരിപക്ഷവും
സാധാരണ ഓഫീസേഴ്സ് ലെവലിലുള്ള ഭൂരിപക്ഷവും ഇടതുപക്ഷ അനുഭാവികളാണ്. പക്ഷേ എങ്കിൽ പോലും പൊതുവെ ആ ഉദ്യോഗസ്ഥ വൃന്ദം ഇപ്പോൾ ഈ ഭരണ നേതൃത്വത്തിൽ നിന്ന് അകന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒന്നും പറഞ്ഞാൽ ഇവർ കേൾക്കുന്നില്ല. 100%. കാരണം ഈ CPM-ന്റെ സമഗ്രാധിപത്യത്തിൻ്റെ ആൾരൂപം എന്ന് പറഞ്ഞാൽ മറ്റാരുമായിരുന്നില്ല, ഇയാൾ മാത്രമായിരുന്നു. ഇയാളുടെ ഒരു 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 ഫാസിസ്റ്റിക് ആയിട്ടുള്ളൊരു സമീപനം, ഇയാളുടെ ഒരു പിന്നെ എന്താണ് ഒരു സംഘടനാശേഷി, അപ്പം ഇയാളിലാണ് ഇത് കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നത്. അപ്പം സ്വാഭാവികമായും ഇയാളുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, ഇയാളുടെ ഒപ്പം നിന്നാൽ അധികാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വൃന്ദത്തിനെ അയാൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ആ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന വൃന്ദം പെട്ടെന്ന് ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്നവനൊക്കെ പരക്കം പായുന്നത് സ്വാഭാവികമാണ്. കാരണം ഇതൊരു മൈൻഡ് ഗെയിമല്ലേ. CPM-ൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ CPM-നകത്ത് പ്രവർത്തിക്കുന്നോളൂ, സോലോങ്ങാസ് വിജയം നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം നിങ്ങളുടെ കാലിൽ നക്കി കിടക്കും ഏതവനായാലും, അതാ ഏതുകാരനായാലും. പക്ഷെ നിങ്ങളുടെ കൂടെ വിജയമില്ല എന്ന് കാണുന്ന ആ മൊമെൻറ്റിലുണ്ടല്ലോ, നിങ്ങളുടെ കാലെ നക്കി കിടന്നവനും നിങ്ങൾ എഴുന്നേറ്റ് കർണക്കുട്ടികൾ അടിക്കുന്ന സ്ഥിതി വരും. അപ്പം വിജയനെ കൊണ്ടിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വിജയം പൊട്ടുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കുള്ളിൽ വന്നത്. എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ഓരോ ദിവസവും പിന്നെ എതിരാണെന്നുള്ളതാണ് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പിന്നെ സ്വയം മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വിജയം ഇയാളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് എന്താ നടക്കുക എന്നുള്ളത് ഇയാൾക്കറിയാം. കാരണം ഈ പാർട്ടി ഇത്രയും തകർത്തതിൽ ഇയാൾക്കുള്ള പങ്കെന്താണെന്ന് ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ഇയാളിപ്പോൾ ഇയാളുടെ മരുമകനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. പുറമേ ഒരു പ്രശ്നവുമില്ലെങ്കിലും ഇതിനകത്ത് വലിയ തോതിലുള്ള പിന്നെ രോഷവും പ്രതിഷേധവും ഉണ്ടെന്നുള്ളത് അയാൾക്ക് നല്ലപോലെ അറിയാം. ഇപ്പോൾ സ്വയം ഇയാളുടെ മരുമകൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് പോകും. ആരായിരുന്നു ഇയാളുടെ മരുമകൻ? ആരുമായിരുന്നില്ല. അവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും നിന്ന് തോറ്റ ആളാണ്. അയാളെ വീരേന്ദ്രകുമാറിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നു, തോറ്റുപോയി. അതിനുശേഷം വടക്കൻ കേരളത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സീറ്റിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു, ജയിപ്പിക്കുന്നു, ഏറ്റവും 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നു, സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരുന്നു. കേന്ദ്ര കമ്മിറ്റി കൊണ്ടുവരാൻ പോലും ഇത്തോളം വലിയ ശ്രമങ്ങളാണിത്. ഇതിനുവേണ്ടി അയാൾ ചെയ്തതെന്താ? ഇതിനുവേണ്ടി അയാൾ ചെയ്തത് മലബാറിലെ CPM-ൻ്റെ മുസ്ലിം നേതൃത്വത്തിന് കംപ്ലീറ്റ് അയാൾ ചെത്തിക്കളഞ്ഞു. ഇപ്പോൾ എളമരം കരീമാണ് മലബാർ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം നേതാവ്. അയാൾ പിന്നെ VS മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അയാളെ വളരെ നേരത്തെ തന്നെ CAT-യുടെ ദേശീയ സെക്രട്ടറിയായിട്ട് അയാളെ പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാരായിരുന്നു? AM ഷംസീറായിരുന്നു. AM ഷംസീറിനെ മന്ത്രിയാക്കാതിരുന്ന തന്നെ മരുമകന് വേണ്ടിയിട്ടായിരുന്നു. മരുമകനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടാണ് അയാളെ സ്പീക്കറാക്കിയത്. ഇപ്പോൾ അയാൾക്ക് സീറ്റ് പോലും കൊടുത്തില്ല. പിന്നെ വേറെ 2 മുസ്ലിം നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്നെന്തോ മെഹബൂബ് എന്നും പറഞ്ഞ കണ്ടൊരു അയാളെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആക്കി. പിന്നെ റഫീഖ് എന്ന് പറഞ്ഞിട്ട് വയനാട്ടിൽ നിന്നുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നു, അയാളെ അവിടെ ജില്ലാ സെക്രട്ടറി ആക്കി. അപ്പം കൂടെ നിൽക്കുന്ന മുസ്ലിം നേതാക്കന്മാരെ ഇയാളുടെ ചവിട്ടടിയിലാക്കുക, മേളിലുള്ള മുസ്ലിം നേതാക്കളെ ചെത്തിക്കളയുക. ഇതിൽ ആ കണ്ണൂർ പിന്നെ കോഴിക്കോടുള്ള പിന്നെ CPM-ലെ നേതാക്കന്മാരുടെ ഇടയിൽ വലിയ തോതിലുള്ള അതൃപ്തി ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെന്ന് ആൾക്കറിയാം. ഇനി സോയ്മാനെ എല്ലാ ജില്ലയും എടുത്ത് നോക്കുക, എല്ലാ ജില്ലയിലും അതിഭീകരമായിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ ശിവൻകുട്ടിയെ നിർത്തിയതിനെതിരെ വലിയ പ്രശ്നമുണ്ട്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ 3ാമത്തെ പ്രാവശ്യം നിർത്തിയതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. ഇവിടെ മറ്റേ എന്താണ് V ജോയിയെ നിർത്തിയതിനായിട്ടുള്ള വിമർശനമുണ്ട്. അപ്പോൾ എല്ലാ ജില്ലയും ഇപ്പോൾ കൊല്ലത്തേക്ക് എന്ന് കഴിഞ്ഞാൽ കൊല്ലത്ത് മേഴ്സിക്കുട്ടിയമ്മയെ തഴഞ്ഞതിനുള്ള വിമർശനമുണ്ട്, ഇടുക്കിയിൽ MM മണിയെ തഴഞ്ഞതിനുള്ള വിമർശനമുണ്ട്, എറണാകുളത്ത് ഒരു പിടി നേതാക്കന്മാരെ തഴഞ്ഞതിനുള്ള MM മണി അവിടെ ഇപ്പോൾ വലിയ റിബലായി മാറിയിരിക്കുക. അല്ല, അവിടെ 4 സീറ്റിലും അയാൾ തോൽപ്പിച്ച് തരും, അതിന് യാതൊരു സംശയവുമില്ല. അയാൾ പരസ്യമായിട്ട് വർക്ക് ചെയ്യുക ആണ്. കാരണം സേനാപതി വേണുവിനെ വിജയിപ്പിക്കുക ഇപ്പോൾ MM മണിയുടെ ലക്ഷ്യമാണ്. MM മണിയുടെ സ്ക്വാഡ് അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. അവിടെ സേനാപതി വേണു വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക. കാരണം MM മണി ടീം ഒന്നും സേനാപതിക്ക് സപ്പോർട്ടില്ല, സേനാപതിക്കത്തില്ല, ജയേന്ദ്രന് സപ്പോർട്ടില്ല, എല്ലാവരും സേനാപതിക്കൊപ്പം. ഇനി എറണാകുളത്ത് സോയ്മനം നോക്കി, കാരണം ഈ MM മണിയുടെ ആജന്മ ശത്രുവിനെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്ന് മാത്രമല്ല MM മണിയുടെ ഒറ്റപ്പേരാണ് മുകളിലോട്ട് കൊടുത്തത്. ഒറ്റപ്പേരാ മുകളിലേക്ക്. ഇനി MM മണി പ്രതീക്ഷ എന്നറിയാം, MM മണിക്ക് കിട്ടിയില്ലെങ്കിൽ MM മണിയുടെ മകളുണ്ട് അവരുടെ ഏരിയസ്, അവർക്കെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷ. ഇനി എറണാകുളത്തേക്ക് സോയ്മനം നോക്കി, എറണാകുളത്തെ അവസ്ഥ എന്താ? അവിടുത്തെ മേയർ ഒരു അനിൽകുമാറുണ്ട്, സാമാന്യം നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, സീറ്റ് കിട്ടിയില്ല. അതുപോലെ തന്നെ അരുൺകുമാർ എന്ന് പറഞ്ഞൊരു ഒരുത്തനില്ലേ, മറ്റേ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഈ ചൂരെടുത്ത് വരെ വന്ന CPM-നെ വന്നിനി അയാൾക്ക് കിട്ടിയില്ല. CN മോഹന് മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, കിട്ടിയില്ല. അവിടുത്തെ ഈ കംപ്ലീറ്റ് ചെത്തിയ പണി നടത്തിയത് P രാജീവാണ്. P രാജീവിന് ഈ തൃശ്ശൂർ നമ്മളൊന്ന് നോക്കി, കരുവന്നൂർ കേസിൽ സ്വത്ത് കണ്ടുകെട്ടിയവന് ഒരു സീറ്റ്
മനസ്സിലായില്ലേ? മലപ്പുറത്തെ അവസ്ഥ എന്താ? മലപ്പുറത്ത് ഇത് വട്ടപൂജ്യമായി പോയില്ലേ? പാലക്കാടത്തെ അവസ്ഥ എന്താ? വലിയൊരു സെറ്റ് പി കെ ശശിയിലൂടെ പോയില്ലേ? അപ്പോൾ എല്ലാ ജില്ലകളിലും അതിഭീകരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് ഇയാൾക്ക് നല്ലപോലെ അറിയാം. തോറ്റ് കഴിഞ്ഞാൽ അവസ്ഥ എന്താകും എന്നുള്ളത് ഇയാൾക്ക് നല്ലപോലെ അറിയാം. തോറ്റ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? വേറൊരു ഗവൺമെൻറ് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സംഭവിക്കാൻ പോകണമെന്ന് അറിയാം. മകൾക്കൊരു സമൻസ് വരും SFIO കേസിൽ. അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ വിചാരണ പിന്നെ കർണാടകത്തിലേക്ക് മാറ്റണമെന്നുള്ള കേസിൽ സ്റ്റേ കൊടുത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അതെല്ലാം വീണ്ടും വിഷയങ്ങളിലേക്ക് വരും. അപ്പം ഇതെല്ലാം അയാൾക്കറിയാം. മനസ്സിലായി? അപ്പോൾ തോറ്റു കഴിയുമ്പോൾ ഇയാൾ അധികാര സ്ഥാനത്തിൽ നിന്ന് പോകും, ഇയാളുടെ പിടി വിടും, ഇയാൾക്കെതിരെ കേസ് വരും, ഇയാളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് പ്രശ്നം. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലാണ് ഇയാൾ എന്ന് മാത്രമല്ല. സൗമ്യം നോക്കിയേ, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇയാളല്ലാതെ വേറെ ആരാ ഉള്ളത് പാർട്ടിയിൽ നിന്ന്? മറ്റാരും ഒരാളുമില്ല. ഒരാളുടെയും മുഖം കാണുന്നില്ല. തോമസ് ഐസക്കില്ല, ആരുമില്ല. തോമസ് ഐസക്കിനൊക്കെ കുറച്ചുകൂടി ഒരു പ്രചരണത്തിൽ പങ്കെടുക്കാം സജീവമായിട്ട്. ഒന്നുമില്ല, രംഗത്തൊന്നുമില്ല. സോമന തോമസ് ഐസക്കിനെ കുറിച്ച് നമ്മൾ കേട്ടത്, ഞാൻ വീഡിയോയും ചെയ്തിരുന്നു. ഇയാൾ മറ്റേ കോമാളി പ്രയോഗം വന്നില്ല. ഈ കോമാളി പ്രയോഗം രമേശ് പിഷാരടിക്കെതിരെ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അയാൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ നിർത്താൻ വലിയ നീക്കം നടത്തി. എന്നിട്ട് അയാളൊരു ക്രിസ്ത്യൻ ബിഷപ്പിനെ കൊണ്ട് അയാൾ പിണറായി അടുത്ത് പറയിപ്പിച്ചു. പിണറായി പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്രിവാൻഡ്രം സെൻട്രലിൽ സുധീർ കരമനെ കൊണ്ടുവന്നപ്പം സുധീർ കരമനയ്ക്കെതിരായിട്ടാണ് അയാൾ ഈ കോമാളി പ്രയോഗം നടത്തിയെന്നാണ് പറയുന്നത്. ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അയാളെ നോക്കുമ്പോഴത്തേക്കും അയാൾ ലത്തിക്കത്തോലിക്കനാണല്ലോ. അപ്പോൾ അവിടെ മത്സരിച്ച് ജയിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും അസംതൃപ്തരും അതൃപ്തിയിലുമാണ്. അവരെ എല്ലാവരെയും ഇയാൾ ഒറ്റക്കെട്ടായി കൂട്ടി നിർത്തിയിരുന്നത് വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. ആ വിജയസാധ്യത വരില്ല എന്ന് പറഞ്ഞുകൂടി അവിടെ ഇപ്പോൾ ഞാൻ മനോരമയൊക്കെ ചെയ്യുന്ന പണി എന്താണെന്ന് ആലോചിച്ച് നോക്കുക. മനോരമയൊക്കെ ആളുകളുടെ മാനസികാവസ്ഥ UDF അനുകൂലമാക്കി മാറ്റുകയാണ്. മനോരമ തന്നെ ഞാൻ ആ സർവേയിൽ ചില പ്രശ്നങ്ങളെ പറഞ്ഞു. മനോരമ തന്നെ 7 സീറ്റ് അവിടെ, 9 സീറ്റ് ഇവിടെ, ഒന്നുമല്ല. എവിടെയാണ് കിട്ടുന്നത്? ഇനി സതീശന് 29%, പിണറായിക്ക് 28%. നമ്മൾ ഇതൊക്കെ, പക്ഷേ ഇതിലൂടെ അന്തർലീനമായി വരുന്നൊരു ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താ? UDF ജയിക്കുള്ളൂ. അതെ, ഇതല്ലേ? ഇതാണ് മനോരമ ഉൾപ്പെടെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഇയാളെ വല്ലാതെ ബാധിക്കുന്നു. കാരണം എന്താണ്? ഇതുവരെ നടന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദി അയാളാണ്. അപ്പോൾ അയാൾ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് വേറെ ആർക്കും ഉത്തരവാദിത്വമില്ല. മുഴുവൻ ഉത്തരവാദിത്തമായിട്ട് തലയിലോട്ട് വെച്ച് കൊടുക്കും. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. അപ്പോൾ എറണാകുളത്ത് ഒരു 1.5 കോടി രൂപയുടെ ഫ്ലാറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണം. സൗഹൃദത്തിനിടയിൽ സംസാരിച്ചു. ഞാൻ ചോദിച്ചാൽ ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് ഇപ്പോൾ മന്ത്രിസഭയിലുള്ളൊരു മന്ത്രിയുടെ അഡീഷണൽ PS ആണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പെട്ടെന്ന്? അല്ല, എന്തായാലും ഭരണമൊന്നും കിട്ടിയാലെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് തന്നെ ആ ബോധ്യം ഇപ്പോൾ ശക്തമായി എന്ന് വേണ്ട കരുതാൻ. 1.5 കോടി രൂപയുടെ ഫ്ലാറ്റാണ് ചോദിക്കുന്നത്. ഞാനത് മനസ്സിലോർത്തു. അപ്പോൾ എത്ര കോടി ഒന്നും ഉണ്ടായി കാണണമെന്ന് ആലോചിച്ചു. അപ്പം ഇതൊരു പൂർണ്ണ ബോധ്യമായി കഴിഞ്ഞു. അപ്പോൾ അവിടെ പിണറായി വിജയനെ മനസ്സിനെ മതിക്കുന്ന വിഷയം എന്താണ്? ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അയാളുടെ തലയിലാണ് വരാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കാണ് പാർട്ടിയിൽ ഉത്തരവാദിത്വമുള്ളത്? ഒരാൾക്കും ഉത്തരവാദിത്വമില്ല. അപ്പോൾ അതുകൊണ്ട് തോറ്റു കഴിഞ്ഞാൽ ഇപ്പം ബഹുമാനത്തിൽ നിൽക്കുന്ന എല്ലാവരും ചാടി വീണും മാന്തി പറിക്കും എന്നുള്ളത് അയാൾക്കറിയാം. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അതൊരു വലിയ മാനസിക പ്രശ്നത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. 82 വയസ്സുകാരനായി പിണറായിയെ സംബന്ധിച്ച് ഇനി തലയ്ക്ക് മീതെ വെള്ളം എന്നുള്ള അവസ്ഥയല്ലേ? അല്ല സോയ്മനെ, ഞാൻ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ പോലും സോയ്മനൊന്ന് ആലോചിച്ചു. ഞാനിന്നൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആലോചിക്കും, നഷ്ടപ്പെടുന്ന മുഴുവൻ പാർട്ടിക്ക് അല്ലതാ ഞാൻ പറഞ്ഞത്. അതാണ് അയാളെ ഏറ്റവും കൂടുതൽ മതിക്കുന്ന പ്രശ്നം, അയാളുടെ പ്രവൃത്തി കൊണ്ട്. യഥാർത്ഥത്തിൽ സോയ്മനൊന്ന് ആലോചിക്കുക. 98 മുതൽ സോയ്മൻ ഇങ്ങോട്ടൊന്ന് പരിശോധിച്ച് നോക്കി. 98 മുതലല്ലേ ഇതിൻ്റെ കംപ്ലീറ്റ് പണി തീരുന്നത്. 98 വന്നു, 2001 മുതൽ 2006 വരെ VS എതിർത്തു. അത് കഴിഞ്ഞ് VS വന്നപ്പോഴത്തേക്കും VS കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. 2011 VS തോൽപ്പിച്ചു. 2016 VS കാണിച്ചുകൊണ്ട് 140 മണ്ഡലങ്ങളിലും. അപ്പോൾ 2000 മുതൽ ഇതിനെന്ത് എന്ന് മാത്രമല്ല, 2007 മുതൽ 2013 വരെ ലാവലിംഗ് കേസിൽ പ്രതിയായിരിക്കെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇയാൾ. CPMൻ്റെ മനസ്സിലായില്ലേ, ഐക്യമുന്നണിയുടെ ചെയർമാനായിരുന്നു ഇയാൾ. ആര്? ലാലു പ്രസാദ് യാദവ്. അന്ന് കാലിത്തീറ്റ കുംഭകോണ കേസിൽ അയാളെ CBI പ്രതിയാക്കിയപ്പോഴത്തേക്ക് അയാളെ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിച്ചത് അന്നത്തെ CPMൻ്റെ ദേശീയ സെക്രട്ടറി ഹർകിഷ് സിംഗ് സുർജിത്താണ്. ആ പാർട്ടിയിൽ 2006 വർഷക്കാലം ഒരു അഴിമതി കേസിൽ പ്രതിയായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ 2000 മുതൽ 2026-25 വരെ ഈ പാർട്ടി തകർന്നതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം, ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ
ഉത്തരവാദി? ഞാൻ ചോദിക്കുന്നത് 2000 മുതൽ 2026 വരെ ഈ പാർട്ടി തകർന്നതിന് പിണറായി വിജയൻ അല്ലാതെ ഒരാളെ സോയിമോനൊന്നും ചൂണ്ടിക്കാണിക്കാവോ? ഒരാളുമില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ വന്ന ഗോവിന്ദനാവട്ടെ, പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ, അവർക്കൊന്നും യാതൊരു റൂളുമില്ല. അപ്പോൾ ഇതൊരു ചെറിയ, എന്ന് മാത്രമല്ല മരുമകനെ കൊണ്ടുവന്നത്, കേസിൽപ്പെട്ടത്, ലാവ്ലിംഗ് കേസ് മാറ്റിവെച്ചത്, മാസപ്പടി കേസ്, ഇതെല്ലാം അയാളിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. അയാളൊരു വല്ലാത്തൊരു ശരശയ്യയിലാണ് അയാൾ കിടക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഞാൻ ചോദിക്കുന്നത്, ഇത് ആരോടൊക്കെ ചർച്ച ചെയ്യാറുണ്ട് സ്വയമായി? എനിക്കെന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇത് പാർട്ടിയിൽ ആരുമായിട്ട് അയാൾ ചർച്ച ചെയ്യും. കാരണം എല്ലാത്തിനും ഉത്തരവാദി അയാളാണ്. അതെ, അയാളുടെ മരുമാനെ കൊണ്ടുവന്നു ഏറ്റവും നല്ല 2 വകുപ്പ് മരുമാനെ അവിടെ കൊടുത്ത് അവിടെ വെച്ചു. അവന് ഫ്രീ ഹാൻഡ് കൊടുത്തു. 75 വയസ്സും പറഞ്ഞിട്ട് കൊള്ളാവുന്നവരെ മുഴുവൻ തള്ളിക്കളഞ്ഞു. രണ്ട് തവണ പറഞ്ഞു വേറെ. ഇപ്പം യഥാർത്ഥത്തിൽ സോയിമോനെന്ന് ആലോചിച്ച് നോക്കും. ഈ കുഞ്ഞികൃഷ്ണൻ്റെ വിഷയത്തിലും ഈ ടി കെ ഗോവിന്ദൻ്റെ വിഷയത്തിലും ഈ സുധാകരൻ്റെ വിഷയത്തിലുമൊക്കെ യഥാർത്ഥ ഉത്തരവാദി സത്യത്തിൽ ആരാ? ഇയാളാണ്. കാരണം ഇയാൾ കർശനമായ നിലപാടെടുത്തിരുന്നുവെങ്കിൽ കണ്ണൂർ പാർട്ടിയിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അയാൾക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അയാൾ അഴിമതിക്കാരനാണ്. ഇപ്പോൾ ടി കെ ഗോവിന്ദൻ്റെ പ്രശ്നം, ടി കെ ഗോവിന്ദൻ പിണറായിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. പിന്നെ പി കെ ശ്യാമളെ അവിടെ നിർത്തരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിൽക്കുമോ? പി കെ ശശിയുടെ കാര്യത്തിലും അയാളൊരു നിലപാടെടുത്തുനിന്ന് പി കെ ശശി പോകില്ലായിരുന്നു. സുധാകരനെ യഥാർത്ഥത്തിൽ പിന്നെ തരം താഴ്ത്തിയതിൻ്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയൻ മരുമകനെ കൊണ്ടുവരണം. കാരണം പൊതുമരാമത്ത് വകുപ്പിൽ ഇരുന്നുകൊണ്ട് വലിയ പ്രതിച്ഛായ സൃഷ്ടിച്ച ആളാണ് സുധാകരൻ. അപ്പോൾ സുധാകരൻ ഇരിക്കെ മരുമകനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മരുമകനെ വളർത്താൻ പറ്റില്ല. അതുകൊണ്ട് സുധാകരൻ, അപ്പോൾ ഇതിൻ്റെ ഈ 2001 മുതലുള്ള പാർട്ടിയുടെ അപജയത്തിൻ്റെ ആദ്യാവസാന ഉത്തരവാദി പിണറായി വിജയനാണ്. അഴിമതി കേസുകളുടെ എല്ലാം ഉത്തരവാദി പിണറായി വിജയനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരാൻ പോകുന്നതും പിണറായി വിജയനെതിരായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ഈ 82 ഒന്നും ആലോചിക്കും. നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സിമ്പതി ഈ കൊലക്കേസ് പ്രതികളോട് ഭാര്യമാർക്ക് ചില ഘട്ടത്തിൽ സിമ്പതി തോന്നുന്നു നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എന്നാലും 82 വയസ്സ് വെറുപ്പിന്റെ ഒടുവിൽ ഒരു ബഹുമാനം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ 82 വയസ്സുകാരൻ ഇത് ഇയാളെങ്ങനെ സഹിക്കുന്നു? ഇത് വല്ലാതെ തോറ്റു കഴിയുമ്പോഴത്തേക്ക് സോയിമോൻ ആലോചിച്ച് നോക്ക്. ഒരു 100 സീറ്റിലൊക്കെ തോക്കാന്ന് വിചാരിക്കും. ആരാണ് ഉത്തരവാദി? വേറെ ആരുമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന SDPIയുടെ തീരുമാനം തന്നെ സോയിമോൻ എടുക്കുക. ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു രോഷമുണ്ടല്ലോ. കാരണം അഭിമന്യു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ഞാൻ പറ്റ മകളെ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഈ അതിഭീകരമായിട്ടുള്ള രോഷമാണ് CPMൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ ജില്ലയിലും CPM അണികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് UDFന് വേണ്ടിയാണ്. എല്ലാ ജില്ലയും. ഇപ്പോൾ കോട്ടയത്തെ കാര്യം നമുക്കറിയാം, തിരുവനന്തപുരത്തെ കാര്യം എനിക്കറിയാം, എറണാകുളത്തെ കാര്യം എനിക്കറിയാം, കൊല്ലത്തെ കാര്യം എനിക്കറിയാം. കോട്ടയത്ത് ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ പരസ്യമായി ഇറങ്ങുന്ന ജോലി ചെയ്യുന്നത് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അപ്പം യഥാർത്ഥത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി UDFനേക്കാൾ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് LDFിൻ്റെ അണികളാണ് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കരുതെന്നും പറഞ്ഞ് ഏറ്റവും കൂടുതൽ പണിയെടുത്തിക്കൊണ്ടിരിക്കുന്ന CPMകാരാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏക പ്രതിയായിട്ട് ഇയാൾ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നൊരു സാധനമുള്ളൂ. ഇയാൾക്ക് വല്ല മാനസികാഘാതമോ വല്ല സ്ട്രോക്കൊക്കെ വരുമെന്ന് ഉള്ളൊരു ഭയമായിരിക്കും സത്യം പറഞ്ഞത്. കാരണം ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും വലിയ സമ്മർദ്ദമാണ് ഇയാൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മർദ്ദത്തിൻ്റെ പ്രതിഫലനമാണ് ഈ പത്രസമ്മേളനങ്ങളിലൊക്കെ കാണുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അയാളുടെ ഒരു സെൽഫ് പുറത്തേക്ക് വരുന്നത്. ഇപ്പം നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊക്കെ പല പിന്നെ സ്വഭാവ വൈശികളുണ്ടെങ്കിലും നമ്മളതൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ അതൊക്കെ മറച്ചു വെച്ചിട്ട് അല്ലേ നമ്മൾ ഈ ഒരു ഹിപ്പോക്രസി പക്ഷേ ചില സമയത്ത് നമുക്ക് നമ്മുടെ അങ്ങ് പുറത്തേക്ക് വന്നു പോകും. എന്ന് പറഞ്ഞതുപോലെ അയാളുടെ ഈ 10 വർഷം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്നത് മുഴുവൻ കൃത്രിമമാണ് എന്നുള്ളത് ഇപ്പോൾ വന്നു കഴിഞ്ഞില്ലേ. അപ്പോൾ ഇത് LDFൻ്റെ പരാജയം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിഭീകരമായിട്ടുള്ളൊരു മാനസിക പ്രശ്നത്തിലേക്ക് ഇയാൾ പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇപ്പം ഞാൻ കേൾക്കുന്നത് ധർമ്മടം മണ്ഡലത്തിൽ പോലും ടെൻഷനാണെന്നാണ് കേൾക്കുന്നത്. തോക്കുന്നല്ല, ചിലപ്പോൾ 5000 വോട്ടിനൊക്കെ ആയിരിക്കും. അവിടെ UDF സ്ഥാനാർത്ഥിയെ പോലും ആക്രമിക്കുകയാണ് അവിടുത്തെ LDFൻ്റെ അണികൾ. ഭയം വല്ലാതെ വേട്ടയാടുന്നു. അപ്പോൾ പയ്യന്നൂരിൽ എന്താ സ്ഥിതി? അത് തന്നെയാണ്. തൃക്കരിപ്പൂരിൽ ഇപ്പം ഇയാളുമായിട്ട് തർക്കമായി, സന്ദീപ് വാര്യരുമായിട്ട് തർക്കമായി. ടി കെ ഗോവിന്ദൻ്റെ പ്രചരണമായുധം അങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, ധർമ്മടത്ത് ചെയ്തു. അപ്പോൾ എല്ലായിടത്തും കണ്ണൂരിൽ മൊത്തം ടെൻഷനിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൂടി ഉരുണ്ട് വീണാൽ ഈ പക തീർക്കും, പ്രത്യേകിച്ച് സഖാക്കൾ, അവരുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. സോമനെ, ഞാൻ ഇന്നലെ അവിടെ ആ ജയിലിലായവരെല്ലാം കൂടെ ഒരു കൂടിച്ചേരൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. സോമൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ട് കേട്ടതല്ല. ഞാൻ പറഞ്ഞു,
ഈ പിണറായി തോറ്റു, പിണറായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, പക്ഷേ പോയി കഴിഞ്ഞുള്ള പിണറായിയാണ് കൂടുതൽ അപകടകാരി. കാരണം അയാൾക്ക് പിന്നെ ഒരു പരിമിതിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പോയി കഴിഞ്ഞാൽ വളരെ അപകടകാരിയായിട്ടുള്ളൊരു പിണറായി നമ്മുടെ ഇടയിൽ ജീവിക്കും. കാരണം അയാൾ മുഖ്യമന്ത്രിയല്ല, അയാൾക്ക് ഒന്നും നോക്കാനില്ല, അയാൾ തോറ്റു. എന്നിട്ട് 2 ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തു. ടി.പി. ചന്ദ്രശേഖരൻ മരിച്ചെന്നാ 2012. ആരാണ് അധികാരത്തിൽ? UDF. എന്നെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് വിവരം കിട്ടി എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നെന്നാ 2014. ഇത് 2 സംഭവിച്ചത് UDF ഭരിക്കും. അതുകൊണ്ട് UDF ഭരിക്കുമ്പോഴുള്ള പിണറായി വിജയനായിരിക്കും അത്യപകടകാരി. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചും ഈ കൂട്ടായ്മ ഇനിയും ഉണ്ടാകണം എന്ന് ഞാനവിടെ പ്രസംഗിച്ചു. കാരണം എന്താണ്, പിണറായി വിജയൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകണം എന്താ? ഒരു വികസന പ്രവർത്തനം ഞാൻ സമ്മതിക്കില്ല. വികസനത്തിൻ്റെ വ്യക്തമാണെന്നുള്ളതെല്ലാം പോകുമല്ലോ. തോറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും ചെയ്യല, പിന്നെ കരിയോയിൽ ഒഴിക്കും, പിന്നെ സെക്രട്ടേറിയറ്റിന് ചുറ്റും വന്ന് തൂറി നാട്ടിക്കും, ഈ പണിയിലേക്ക് പോവും. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ഇപ്പം ഞാനൊക്കെ സത്യത്തിൽ പിണറായി പോയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പറ്റില്ല, ശ്രദ്ധിക്കണം. കാരണം ഇതിനേക്കാൾ വലുത് അപ്പം ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് വലിയൊരു അപകടസ്ഥിതി ഇയാൾ പോയി കഴിഞ്ഞാലും നിലവിലുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെയൊക്കെ എത്രത്തോളം ചെറുത്ത് നിൽക്കാൻ UDF-കാരന് കഴിയുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എൻ്റെ ഒരു ഭയപ്പാട് എന്താണെന്നറിയാം സ്വയമാണ്. ഭയപ്പാടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മത്സരിക്കുന്ന UDF-കാരെ നമ്മൾ എടുത്തു നോക്ക്. കഴിവുള്ള എത്ര വെച്ചാൽ അനുഭവ സമ്പത്തുള്ള എത്ര മന്ത്രിമാരുണ്ടാവും? അല്ല, ഇതൊരു ഓളത്തിലും കയറി പൊക്കോളൂ ആൾക്കൂട്ടം. സ്വയമാണ് എൻ്റെ ചോദ്യം. അതല്ല, ജയിക്കും എന്നുള്ളത് നമ്മൾ ഇനിയിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് 2006 പോലെ തന്നെയാണ് ഫെയ്റ്റ് അക്കംപ്ലിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതാണ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്ത് വലിയ കാര്യം. ഞാൻ ചോദിക്കുന്നത്, ജയിച്ചു വരുന്ന മന്ത്രിസഭയിൽ കഴിവുള്ളവരാരൊക്കെയാണ് ഉണ്ടാവുക? സ്വയമാണെന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള ആൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പ്രായമായി അല്ലേ? ഞാൻ പറഞ്ഞത് മന്ത്രിയായിട്ടിരുന്നുള്ള ഒരു പരിചയം ഉള്ള ഒരാൾ അയാൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് N. ശക്തനാ, നാടാരായിട്ടുള്ളത്. ഊഹിക്കാമല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. പിന്നെ ആരാ ഉള്ളത്? പിന്നെ K. മുരളീധരൻ. അയാൾ 3 മാസം മന്ത്രിയായിട്ടിരുന്നുള്ളൂ. മന്ത്രിയായിരുന്നു, ഇപ്പോൾ തോറ്റുപോയി. പിന്നെ ആരാ ഉള്ളത് കാണിച്ചത്? സതീശൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പോലും ഇരുന്നിട്ടില്ല. ഇനി നേരെ വല്ല മന്ത്രിയായിട്ടിരിക്കാൻ പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ആലോചിക്കുമ്പോൾ എനിക്കിതിൻ്റെ ഒരു ഗൗരവാവസ്ഥ തോന്നുന്നു. എന്താണെന്നറിയോ? 2006 മന്ത്രിസഭ സ്വയമെന്ന് ആലോചിച്ച് നോക്കൂ. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി തോമസ് ഐസക്, ആ മേഖലയിലേക്ക് നോക്കണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി MA ബേബി, വനം മന്ത്രി ബിനോയ് വിശ്വം, റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ, ധനകാര്യമന്ത്രി മുല്ലക്കര രത്നാകരൻ. ആ മന്ത്രിസഭയുടെ ഉൾക്കാമ്പ് എന്താണെന്ന് സ്വയമെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വരാൻ പോകുന്നതിൽ അപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വിവാദത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കായിരിക്കാം ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ളത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. ആരാണെന്ന് നമുക്കറിയില്ല. അല്ലല്ല, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നു, സ്വയംഭരണമല്ല, ഞാൻ പറയുന്നു ഏറ്റവും അനുഭവ സമ്പത്തുള്ള ആൾ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന്. പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ മന്ത്രിമാരെല്ലാവരും ന്യൂ കൊമേഴ്സ് ആയിരിക്കും. ഇപ്പം പിന്നെ എന്താണ് PC വിഷ്ണുനാഥ്, പിന്നെ നേരത്തെ മന്ത്രിയായിരുന്ന AP അനിൽകുമാർ, വേഗം അറിയാമല്ലോ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങൾ. അപ്പോൾ പ്രശ്നം വരുന്നത് എന്താണെന്ന് അറിയാം. എന്നോടൊരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഷാജാനെ പിണറായി വിജയന് പിടിച്ച് ഞെരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മന്ത്രിസഭയായിരിക്കും ഇനി വരാൻ പോകണത്. അല്ല, അവർ കൂടുതൽ ജാഗ്രത പുലർത്തട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. പുലർത്തിയില്ലെങ്കിൽ പിണറായി വിജയൻ പിടിച്ചിട്ടുണ്ടല്ലോ, ഞെരുക്കിക്കളയും, ഞെരുങ്ങിപ്പോവും. അതുകൊണ്ട് അത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർണായകമായിട്ടുള്ളൊരു തിരിച്ചറിവായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.